മലയാളത്തിന്റെ ഹിറ്റ് ചാർട്ട് ലക്ഷ്യമാക്കി മലയാളികൾക്ക് മുന്നിലേക്ക് സംവിധായകൻ ഉണ്ണി പ്രണവ് എത്തിക്കുന്ന മികച്ച ഫാമിലി എന്റർടൈനറാണ് ഹദിയ. പ്രതിഭയുടെ വെള്ളി വെളിച്ചങ്ങൾ ദൃശ്യമാക്കിയ ശിവപുരത്തിന് ശേഷമാണ് ഉണ്ണി പ്രണവ് ഹദിയയുമായി എത്തുന്നത്. നമസ്കാരം, എൻ്റെ ഒരു ഉണ്ണി പ്രണവം. ഞാൻ ഹദിയ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. എത്തിക്കൽ എന്റർടൈൻമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ബാനറിൽ ശ്രീ അയ്യൂബ് കച്ചേരി നിർമ്മിച്ച് ശ്രീ പി അബ്ദുൾ റസാഖ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഹദിയ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. ഇതൊരു പക്ക ഫാമിലി എന്റർടൈനറാണ്. നർമ്മത്തിന്റെ മേമ്പടിയോടി പറഞ്ഞു പോകുന്ന ഒരു കുടുംബ ചിത്രം. ഇന്ന് സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഈ ചിത്രം ഒരു ഏവർക്കും കണ്ടിരിക്കത്തക്ക രീതിയിൽ ഒരു തമാശയുടെ മേമ്പൊടിയോട് ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഋതുവിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നിഷാനും മോഹൻലാൽ ചിത്രം പെരിച്ചാഴിയിലൂടെ മലയാളത്തിലെത്തിയ രാഗിണി നന്ദ്വാനിയുമാണ് ഹദിയയുടെ ആകർഷണമായി മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഹദിയ മീൻസ് ഗിഫ്റ്റ് and character pe Brahma and in the heroine Ragini our character pair Sara and then Leona Lisha is there. Her character is Khadija. So as you can see, Hindu, Muslim, Christian, all three characters are there. So it's like a family drama and unity of religion and a nice family entertaining film. മഹേഷിന്റെ പ്രതികാരത്തിൽ വില്ലൻ റോളിലെത്തിയ സുജിത് ശ്രദ്ധേയമായ കഥാപാത്രമായി ഹദിയയിലുണ്ട്. നർമ്മത്തിന്റെ മേമ്പൊടിയോടുകൂടിയാണ് ഹദിയയുടെ ഇതിവൃത്തം മുന്നോട്ട് നീങ്ങുന്നത്. ബ്രഹ്മ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റാണ്. യുവതലമുറയിലെ ജീവിതശൈലിയിൽ ആർഭാടപൂർവ്വം കഴിയുന്ന ബ്രഹ്മ വളരെ യാദൃശ്ചികമായി സാറ എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നു. ഇവർ വിവാഹിതരായെങ്കിലും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായതിനാൽ വീട്ടുകാർ സഹകരിച്ചില്ല. ബ്രഹ്മയ്ക്ക് അമ്മ മാത്രമേയുള്ളൂ. കാലം ഏറെ കഴിഞ്ഞിട്ടും ബ്രഹ്മ സാറ ദമ്പതികൾക്ക് കുട്ടികളുണ്ടായി. ഇതോടെ ഇവർ കുട്ടികളെ ദത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ആ ശ്രമങ്ങൾക്കിടയിലാണ് ഖദീജയെ പരിചയപ്പെടുന്നത്. പണ്ട് ഇർഷാദിനെ വിവാഹം കഴിച്ച് യുപിയിൽ പോയതാണ്. മൈസൂർ വിവാഹമായിരുന്നു. വിവാഹത്തിനു ശേഷം ദുരിത ജീവിതമായിരുന്നു ഖദീജയുടേത്. യുപിയിലെ കലാപത്തെ തുടർന്ന് കേരളത്തിലെത്തിയ ഖദീജയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രഹ്മ വിവാഹം ചെയ്യുന്നു. തുടർന്ന് 3 പേരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് ഹദിയയിൽ ഉണ്ണി പ്രണവ് ദൃശ്യവൽക്കരിക്കുന്നത്. Hi, this is Ragini. Well, this is my new look in my new film called Hadiya, and I'm shooting in Kerala for this film. It's directed by Mr. Unni and produced by ET Entertainment. And my character's name in the film is Sara, and she's a girl. She's a Christian girl, and how things happen in her life and how she goes through different phases in her life. This is a story all about. And right now I'm on the sets of my shooting location, and it feels nice, something new for me to do now, and different from my previous films altogether, and I'm completely enjoying the whole film. And I have Nishan with me in the film, who's playing opposite to me in the lead, and many other artists as well. So looking forward to it. Thank you so much. ബ്രഹ്മയായി നിഷാനും സാറയായി രാഗിണി നന്ദ്വാനിയും ഖദീജയായി ലിയോണ ലിഷോയും വേഷമെടുത്തു. അബ്ദുൾ റസാഖ് PV തിരക്കഥയും സംഭാഷണവും എഴുതുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം PC ലാൽ നിർവഹിക്കുന്നു. സിനിമയുടെ തീം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ സിറ്റുവേഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്ന മാർഗങ്ങൾ, അതായത് ക്ലിനിക്കലായി ശ്രമിക്കുന്ന, മെഡിക്കലായി ശ്രമിക്കുന്ന മാർഗങ്ങൾ, ആ മാർഗങ്ങളിൽ അവർ വിജയം കാണാതിരിക്കുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു വഴി, ആ വഴി ഒരു അനിതര സാധാരണമായ ഒരു വഴിയാണത്. ആ വഴിയിലൂടെ അവർ അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നു. അതിന് മറ്റൊരു സ്ത്രീ
വളരെ സഹായകമായ രൂപത്തിൽ സഹകരിക്കുന്നു. ആ സഹകരിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ആ കുട്ടിയുടെ പേരാണ് ഹദിയ. ഹദിയ എന്നുള്ള പേര് നമ്മൾ 3 തലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആ കഥയിലെ കുട്ടിയുടെ പേര് ഹദിയ എന്നാണ്. 2, അതൊരു സ്നേഹോപഹാരമായിട്ടാണ് ഈ കുട്ടി ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. 3, ഈ കഥ തന്നെയും കേരള സമൂഹത്തിന് ഒരു ഗിഫ്റ്റാണ്, ഒരു യുണീക്ക് ഗിഫ്റ്റ് ഓഫ് ലവ്, ഒരു സ്നേഹോപഹാരമാണ്. ആ അർത്ഥത്തിൽ 3 തലങ്ങളിലും ഈ സിനിമ മനസ്സെപ്പോഴും മോഹിക്കുന്നതാണ്, മനസ്സിൽ നിന്നൊരിക്കലും മായാത്തതാണ്. ഹദിയയില് ഖദീജ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഖദീജ ഒരു ഓർഫനാണ്, ഉമ്മയും വാപ്പയും ഒന്നും ഇല്ലാത്ത ഓർഫനേജിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബോൾഡ്നെസ് ആ കുട്ടിയിലുണ്ട്. പക്ഷെ ആ ഓർഫനേജിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കുട്ടിയും ഖദീജയാണ്. ഖദീജയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും, വളർന്നു വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും, കല്യാണവും അതിനുശേഷമുള്ള ജീവിതവും, ഖദീജയുടെ ജീവിതത്തിൽ വരുന്ന മറ്റു ക്യാരക്ടേഴ്സും, ഇതൊക്കെയാണ് ഹദിയയുടെ മെയിൻ സംഭവങ്ങൾ. അപ്പോൾ ഐ എം റിയലി ഹാപ്പി ടു ഡു ദിസ് റോൾ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ്. ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം കഥാപാത്രം ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ലുക്കിലും മൊത്തത്തിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഹായ്, നമസ്കാരം. ഞാൻ അഞ്ജലി. ഞാനിപ്പോൾ ഉള്ളത് ഹദിയ എന്ന മൂവിയുടെ സെറ്റിലാണ്. E3യുടെ ബാനറിൽ അയൂബ് സർ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ണി സർ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണിത്. എന്റെ ക്യാരക്ടറിന്റെ പേര് സുൽഫത്ത് എന്നാണ്, അഡ്വക്കേറ്റ് സുൽഫത്ത്. ഒരു അഡ്വക്കേറ്റിന്റെ റോളാണ്. മൂവീസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഡ്വക്കേറ്റ് കൈകാര്യം ചെയ്യുന്നത്. എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അമീർ നിയാസ് ആണ്. അമീറിന്റെ കൂടെ എന്റേത് 2ാമത്തെ ചിത്രമാണ്. ഞങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ കളം എന്ന ചിത്രത്തിലെയും നായകനും നായികയും. അതുകൊണ്ട് വളരെയധികം ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ഫീൽ ഫ്രീ ടു ഡു ദിസ് ക്യാരക്ടർ. പിന്നെ എല്ലാം കൊണ്ടും വളരെ പരിചയമുള്ള ആർട്ടിസ്റ്റുകളാണ്. ലിയോണ, അതേപോലെ നിഷാൽ ആൻഡ് രാഗിണി, അവരാണ് ഹീറോയിൻ. അപ്പൊ അവരുടെ കൂടെയുള്ള ഫസ്റ്റ് വർക്കാണ്. ബട്ട് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ, ഈ സെറ്റില് ഷോർട്സ് തീരുന്നതും അല്ലെങ്കിൽ ദിവസങ്ങൾ തീരുന്നതൊന്നും അറിയുന്നില്ല. എല്ലാം കൊണ്ടും ഭംഗിയായി വരുന്നുണ്ട്. പിന്നെ ഇതിൽ എന്റെ അനിയന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ലുക്മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ലുക്മാനാണ്. ലുക്കു, ഞങ്ങളുടെയൊക്കെ ലുക്കു. പിന്നെ ഒരുപാട് പേര്, നമ്മൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. അലൻസിയറേട്ടനായാലും സുധീരേട്ടനായാലും ശ്രീകുമാരേട്ടൻ, പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലനായിട്ട് വന്ന സുജിത്ത് ആണെങ്കിലും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഹാദിയ എന്നുള്ള സിനിമ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ശരാശരി മലയാളി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തും വിധം എന്നാൽ ന്യൂ ജനറേഷൻ അല്ലാതെയുള്ള സിനിമയാണ് ഹദിയ. എത്തിക്കൽ എന്റർടൈൻമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ബാനറിൽ അയൂബ് കച്ചേരിയാണ് ഹദിയ നിർമ്മിക്കുന്നത്. നമസ്കാരം, ഞാൻ അമീർ നിയാസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ്. വൈറ്റില ഹദിയ എന്ന മൂവിയുടെ സെറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അയ്യൂബ് കച്ചേരി എന്ന് പറയുന്നൊരു കുവൈറ്റ് ബിസിനസ് മാനാണ് അദ്ദേഹം. പിന്നെ ഉണ്ണിച്ചേട്ടനാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ ഒരുപാട് എനിക്ക് പറയാൻ ആർട്ടിസ്റ്റുകളൊക്കെ പറയാനെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ ഓരോരുത്തർ എടുത്തെടുത്ത് പറയുന്നത് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന നായകനായിട്ട് ചെയ്യുന്നത് നിഷാനാണ്. നിഷാൻ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ രാഗിണി ദ്വിവേദി ഹീറോയിനായിട്ട് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ചിത്രത്തിലുണ്ട്. ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം അഹമ്മദ് എന്നാണ്. അഹമ്മദ് ഒരു സത്യസന്ധനായ ഒരു നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മ എന്ന് പറയുന്ന ഹീറോ നിഷാന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ബാക്കി ചിത്രത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നതിന് നല്ലത് ഒരുപാട് നല്ല നല്ല നർമ്മമുഹൂർത്തങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി എല്ലാം ചേർന്നിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് അധികം പറയുന്നതിന് നല്ലത് നമുക്ക് എന്തായാലും തിയേറ്ററിലിരുന്ന് കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും വേണം ഇതിൽ. നന്ദി, താങ്ക് യു. PC ലാലാണ് ക്യാമറ. നല്ലൊരു താരനിര ഹദിയയിലുമുണ്ട്. അമീർ നിയാസ്, ശ്രീകുമാർ, സുധീർ കരമന, അലൻസിയർ, ധർമ്മജൻ, കോട്ടയം പ്രദീപ്, അനീഷ് രവി, P. ബാലചന്ദ്രൻ എന്നിവർ ചിത്രത്തിൽ അണിനിരക്കുന്നു. നമസ്കാരം, ഞാൻ ലുക്മാൻ. ഞാനിപ്പോൾ ഹദിയ എന്ന മൂവിയുടെ സെറ്റിലാണ്. ഈ സിനിമയിലെന്ന് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ സുൽഫിക്കർ എന്നൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായൊരു കഥാപാത്രമാണിത്. അപ്പോൾ സുൽഫിക്കർ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളയും ഡ്രസ്സ് കണ്ടാൽ അറിയാം. ഇതിൽ ഫുള്ള് ഞാൻ വൈറ്റ് ആണ്.
ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്തുന്നു. അതിൻ്റെതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും അതുപോലെ ചെറിയ പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം മുന്നോട്ട് പോകുന്ന അവസാനം. അപ്പോൾ ഈ സിനിമ ഞാൻ വള്ളിയും തെറ്റി, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റിലീസായത് വള്ളിയും തെറ്റി, അതിന് പോപ്കോണ് ശേഷം ഇനി അടുത്ത റിലീസ് ഈ പടം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എല്ലാം ഒപ്പം ഉണ്ടാവണം. ഇതൊരു നല്ല സിനിമ തന്നെ ആയിരിക്കും. എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ കഴിയുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും. ഇന്ന് സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഈ ചിത്രം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യനാണ് വലുത്, മനുഷ്യ ബന്ധങ്ങളാണ് വലുത്, കുടുംബങ്ങളാണ് വലുത് എന്നുള്ള സ്നേഹങ്ങളാണ് വലുത് എന്ന് കാണിക്കുന്ന എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ ചിത്രം ഇത് ഏവർക്കും രസിക്കുന്ന രീതിയിൽ അത്രയും മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അത് കണ്ട് നിങ്ങളുടെ പ്രോത്സാഹനവും അനുമോദനവും നമുക്ക് കിട്ടണം, നമുക്ക് നൽകണം. എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാകണം എന്ന അതിയായ ആഗ്രഹത്തോടെ നമസ്കാരം. PP അബ്ദുൾ റസാഖ് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം ശരത്താണ്. മുരുകൻ കാട്ടാക്കട, റഫീഖ് അഹമ്മദ് എന്നിവരാണ് ഗാനരചന. പ്രസന്ന മാസ്റ്ററാണ് കൊറിയോഗ്രാഫി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സെൻസേഷൻ. Please subscribe Sensation Entertainment.